നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോൾ പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. എല്ലാവരും വളരെ ആവേശത്തിലാണ്. വേൾഡ് കപ്പിൻ്റെ തൊട്ടരികിൽ നമ്മൾ നിൽക്കുന്നു. സന്നാഹ മത്സരങ്ങളൊക്കെ പൊടിപൊടിക്കുകയാണ്. ഇന്ന് സന്നാഹ മത്സരങ്ങളിൽ ബ്രസീൽ ഇറങ്ങുന്നുണ്ട്, അർജൻറ്റീന ഇറങ്ങുന്നുണ്ട്, ജർമ്മനി ഇറങ്ങുന്നുണ്ട്, അതുപോലെ ഇംഗ്ലണ്ട് ഇറങ്ങുന്നുണ്ട്. സോ വമ്പൻ ടീമുകൾ, പോർച്ചുഗൽ ഇറങ്ങുന്നുണ്ട്. വമ്പൻ ടീമുകളുടെ ഒരു സന്നാഹ മത്സരങ്ങളൊക്കെ നടക്കുന്ന ദിവസമാണ്. വേൾഡ് കപ്പിന് ഒരു ടെസ്റ്റ് ഡോസ് എന്ന് പറയാവുന്ന ദിവസം. അപ്പോൾ ഈ പോർച്ചുഗലും അർജൻറ്റീനയും നമ്മുടെ നാട്ടിൽ വലിയ രൂപത്തിൽ ഫാൻ ബേസ് ഉള്ള രണ്ട് ടീമുകളാണല്ലോ. അത് മറ്റൊന്നും കൊണ്ടല്ല, ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും ഉണ്ട്. ഒരു പക്ഷേ അവരുടെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കും ഇത് മിക്കവാറും. അപ്പോൾ പറയുമ്പോൾ എല്ലാവരും പറയും, നിങ്ങളല്ലേ 2018 മുതൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ്. ശരിയാണ്. ഇത് ഇവർ രണ്ടുപേരും കാലത്തെ അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോബർട്ടോ മാർട്ടിനസൊക്കെ പറയുന്നത് 2030 വേൾഡ് കപ്പ് കളിക്കാനും ക്രിസ്ത്യാനോ ഉണ്ടാവുന്നതാണ്. ഏതായാലും ഇപ്പോൾ 41 വയസ്സായല്ലോ CR7. മെസ്സിക്ക് വേൾഡ് കപ്പിനിടയ്ക്ക് 39 വയസ്സും ആവും. അപ്പോൾ പിന്നെ ഇനിയും ഇപ്പോൾ അടുത്തൊരു വേൾഡ് കപ്പ് കളിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാന വേൾഡ് കപ്പ് അവർ കളിക്കുമ്പോൾ, രണ്ടുപേരും 6ാം വേൾഡ് കപ്പ് കളിക്കാൻ വരുമ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലൊരു ഏറ്റുമുട്ടൽ ഉണ്ടാവുമ്പോൾ അർജൻറ്റീന വേഴ്സസ് പോർച്ചുഗൽ വേൾഡ് കപ്പ് പോരാട്ടത്തിന് സാധ്യതയുണ്ടോ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഫിക്സർ അനുസരിച്ച് അതിന് സാധ്യതയുണ്ടോ? ഇപ്പോൾ രണ്ട് ടീമുകൾ, ഗ്രൂപ്പ് ജെയിലാണ് അർജൻറ്റീന, ഗ്രൂപ്പ് കെയിലാണ് പോർച്ചുഗൽ ഉള്ളത്. അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് ജെയിൽ അർജൻറ്റീനക്കൊപ്പം അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ ടീമുകളാണുള്ളത്. നിലവിലെ അവസ്ഥയിൽ ആദ്യ കളി അർജൻറ്റീന അൾജീരിയക്കെതിരെ കളിക്കുന്നു. അപ്പോൾ അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രിയയും ജോർദാനെയും അൾജീരിയയും ഒക്കെ മറികടന്നുകൊണ്ട് അവർ ഗ്രൂപ്പിൽ 1ാം സ്ഥാനത്തെത്തും. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ 2ാം സ്ഥാനത്തേക്കൊക്കെ വീണാൽ പോലും ഇപ്പോൾ വേൾഡ് കപ്പിൽ വലിയ പ്രശ്നമൊന്നുമില്ല, മുന്നോട്ട് പോകാൻ പറ്റും. ഈവൻ 3ാം സ്ഥാനക്കാർ വരെ അടുത്ത റൗണ്ടിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാലോ, അത് ഫോർമാറ്റ് നമ്മൾ നേരത്തെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്താണ് ഇതേ ചാനലിൽ തന്നെ. അർജൻറ്റീന ഗ്രൂപ്പ് ജെയിൽ ചാമ്പ്യന്മാരാവുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗൽ, DR കോങ്കോ, ഉസ്ബെക്കിസ്ഥാൻ, കൊളംബിയ ടീമുകളാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഗ്രൂപ്പിൽ നിന്ന് പോർച്ചുഗൽ 1ാം സ്ഥാനവും കൊണ്ട് പോകുന്നതാണ്. DR കോങ്കോയും ഉസ്ബെക്കിസ്ഥാനും ഒന്നും പോർച്ചുഗലിനെതിരെ വലിയ വെല്ലുവിളി ഉയർത്താനുള്ള സാധ്യതയില്ല. കൊളംബിയയാണ് പിന്നെ ഒരു ചെറിയ സാധ്യതയുള്ളത്. അപ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് ആ റിപ്പോർട്ട് ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അടുത്ത റൗണ്ടിലേക്ക് അവർ 1ാം സ്ഥാനക്കാരായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് റൗണ്ടിലേക്ക് 1ാം സ്ഥാനക്കാരോ 2ാം സ്ഥാനക്കാരോ ആയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ അവരുടെ റൗണ്ട് ഓഫ് 32 എതിരാളികൾ ഗ്രൂപ്പ് എച്ചിലെ 1ാം സ്ഥാനക്കാരോ 2ാം സ്ഥാനക്കാരോ ആവും. അതല്ല, അർജന്റീന 3ാം സ്ഥാനവും കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഗ്രൂപ്പ് കെയിലെ ഫസ്റ്റ് പ്ലേസ് ടീമുമായിട്ട് ഏറ്റുമുട്ടേണ്ട സ്ഥിതി വരും എന്ന കാര്യം കൂടി നമ്മൾ അവിടെ ശ്രദ്ധിക്കണം. സോ അർജന്റീന എങ്ങാനും 3ാം സ്ഥാനത്താവുകയും ഗ്രൂപ്പ് കെയിൽ നിന്ന് പോർച്ചുഗൽ 1ാം സ്ഥാനത്താവുകയും ചെയ്താൽ അവർ തമ്മിൽ റൗണ്ട് ഓഫ് 32 ഏറ്റുമുട്ടാം. അതിന് സാധ്യത കുറവാണ്. അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. നമ്മൾ പറയുമ്പോൾ എല്ലാ സാധ്യതയും പറയണമല്ലോ എന്നും മാത്രം. അതുപോലെ തന്നെ ഇനി രണ്ട് ടീമും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് കരുതുക. അങ്ങനെ വന്നാൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാമോ? അർജന്റീനയും പോർച്ചുഗലും തമ്മിൽ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടാനാണ് സാധ്യത. ഇഫ് എവറിത്തിങ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ പോവുകയാണെങ്കിൽ, ആസ് എക്സ്പെക്റ്റഡ് സംഭവിക്കുകയാണെങ്കിൽ, വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയും പോർച്ചുഗലും തമ്മിൽ ഏറ്റുമുട്ടിയേക്കും. അപ്പോൾ ആ റിപ്പോർട്ട് പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ. നല്ല സാധ്യതയുണ്ട് ഇവർ തമ്മിൽ ഏറ്റുമുട്ടാൻ. ഏതായാലും ക്വാർട്ടർ ഫൈനലൊക്കെ ആണെങ്കിൽ ഒരു തീപ്പൊരി പോരാട്ടമായിരിക്കില്ല. ഒരു നോക്കൗട്ട് സ്റ്റേജിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജിൽ അവർ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഒരു ഭാഗത്ത് ക്രിസ്ത്യാനോ കളി ജയിക്കാൻ വേണ്ടിയിട്ട് പോർച്ചുഗലിനെ നയിക്കുന്നു, മറുഭാഗത്ത് ലയണൽ മെസ്സി അർജൻറ്റീനയെ നയിച്ചുകൊണ്ടിറങ്ങുന്നു. കാത്തിരിക്കാം ആ ഒരു സൂപ്പർ പോരാട്ടത്തിനായി.